എനിക്ക് ജ്വല്ലറിയിലെ പാർട്ണർഷിപ്പ് പൂർണ്ണമായി ബന്ധപ്പെട്ടൊരു സംശയമായി ചോദിക്കാനുള്ളത്. നമ്മളൊരു ജ്വല്ലറി സമീപിച്ച സമയത്ത് അവർ ഇങ്ങോട്ട് വരുന്നത് അതിന്റെ നിബന്ധനകൾ വന്നപ്പോൾ ഇസ്ലാമികമായിട്ട് നമുക്ക് പറ്റില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞത് 3 മാസം കൂടുമ്പോ ലാഭം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ കൊടുത്ത പൈസന്റെ എന്താണ് നമ്മളെ ലാഭത്തിന്റെ ലാഭമാണെങ്കിൽ ലാഭം നഷ്ടം തരുന്നാണ് അവർ പറഞ്ഞത്. 3 മാസം കൂടുമ്പോ. പിന്നെ അവര് പറഞ്ഞ വേറെ കണ്ടീഷന് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ആണോ പൈസ തിരിച്ചു വേണ്ടത് അതിന്റെ 2 മാസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുത്ത പൈസ നമ്മൾ തിരിച്ചു തരും. അതല്ല നമ്മൾ സ്വർണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ സ്വർണ്ണത്തിന് ഇപ്പൊ 72 വരാനെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞാൽ സ്വർണം തിരിച്ചു വാങ്ങി വെച്ചാല് അപ്പൊ അന്ന് സ്വർണത്തിന് എന്താണോ മാർക്കറ്റ് റേറ്റ് ആ റേറ്റിന് ഇല്ല ഒന്നുകിൽ ക്യാഷ് അതല്ലെങ്കിൽ സ്വർണം. ഇന്ന് 10 പവൻ കൊടുത്തു കഴിഞ്ഞാല് 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ ആ 10 പവൻ തന്നെയാണ് നമുക്ക് തിരിച്ചു തരിക. അതല്ലാതെ ഇന്നത്തെ റേറ്റിനനുസരിച്ച് ഇല്ലാതെ തരാന്നാണ് അവര് പറഞ്ഞത്. അപ്പോ ഈ രീതിയിൽ ഇതിൽ നമുക്ക് ചേരാൻ പറ്റുമോ? എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ? നിലവിൽ 2 കണ്ടീഷനാണ് വെച്ചിട്ടുള്ളത്. 3 മാസം കൂടുമ്പോൾ ലാഭം തരുന്നു, നഷ്ടമാണെങ്കിൽ നഷ്ടം, ലാഭമാണെങ്കിൽ ലാഭം. അതുപോലെ ഇപ്പോൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് തന്നെ അതിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണോ അത് തന്നെയാണ് തിരിച്ചു തരുന്നത്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയാണെങ്കിൽ സ്വർണം, അതല്ലെങ്കിൽ സ്വർണം തരും എന്നുള്ള നിലക്കാണ്. ഇതിൽ നമ്മൾ ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, അത് പണം കൊടുത്ത് സാധനം വാങ്ങുക, പണം കൊടുത്ത് പണം വാങ്ങുക, ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട 1-2 ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. അത് ഏറെക്കുറെ നമുക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷനുകൾ വരുമ്പോൾ ഉപകാരപ്പെടും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 10 രൂപ തരുകയാണ്. ആ 10 രൂപ തരുമ്പോൾ എൻ്റെ ഉദ്ദേശം എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അതിന് കൂലി കിട്ടണം. ആ 10 രൂപ തിരിച്ചു തരേണ്ടതില്ല എന്നാണെങ്കിൽ അതിന് നമ്മൾ സ്വതക്ക എന്നാണ് പറയുക, അല്ലെങ്കിൽ ദാനം എന്നൊക്കെയുള്ള നിലക്കാണ് അതിനെ കാണുക. അതേസമയത്ത് ഞാനൊരു 10 രൂപ നിങ്ങൾക്ക് തരുമ്പോൾ ആ 10 രൂപക്ക് പകരം ഒരു വസ്തു എനിക്ക് ലഭിക്കണമെന്ന ഉദ്ദേശമാണ് ആ 10 രൂപ തരുന്നത് എങ്കിൽ അത് കച്ചവടമാണ്. ഞാനൊരു 10 രൂപ തരുമ്പോൾ നിങ്ങളെ സഹായിക്കുക, അതുകൊണ്ട് എനിക്ക് കൂലി കിട്ടണം. ആ 10 രൂപ എന്താവും വേണം, എനിക്ക് പിന്നീട് തിരിച്ചു കിട്ടണമെന്ന ഉദ്ദേശമാണുള്ളത് എങ്കിൽ അത് കടമാണ്. 3 ഇപ്പോൾ അത് കുറേ ഇങ്ങനെ നമുക്കിങ്ങനെ വിഭജിച്ചിട്ടുണ്ടോ? പ്രധാനമായും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വീതിച്ചാൽ മനസ്സിലാകുന്ന 3 കാര്യങ്ങൾ. അങ്ങനെ കൊടുത്ത വസ്തു നമുക്ക് തിരിച്ചു കിട്ടണമെന്ന കണ്ടീഷൻ ഉണ്ട് എങ്കിൽ അതെന്തായി? കടമാണ്. അപ്പം കടമായി കൊടുത്തൊരു വസ്തുവാണെങ്കിൽ നമ്മൾ കടന്ന് ഒരിക്കലും എന്താക്കില്ല. നമ്മൾ കടന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് തിരിച്ചിട്ടണം എന്നുള്ള നമ്മളെ കടന്ന് പറയുമ്പോൾ നമ്മളെ തലയിൽ വരുന്ന സംഭവമുണ്ട്. പക്ഷെ കടത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താ വെച്ചാൽ കൊടുത്ത വസ്തു അതിൽ യാതൊരു കുറവുമില്ലാതെ അതുപോലെ തിരിച്ചിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് നേരെ പോവുക കടത്തിലേക്കാണത് പോവുക. അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമാണ് കുല്ലു ഖർളിൻ ജറ നഫഅൻ ഫഹുവ റിബ. കടത്തിൻ്റെ ഭാഗമായി കൊണ്ട് എത്ര ലാഭം നമുക്ക് കിട്ടിയാലും സ്വാഭാവികമായിട്ടും ആ ലാഭങ്ങളൊന്നും ലാഭം എന്ന് പറയാൻ പറ്റില്ല, അത് പലിശയായിക്കൊണ്ടാണ് വരിക എന്നുള്ളതാണ്. അഥവാ കൊടുത്ത വസ്തു മാത്രം നമുക്ക് കൊടുത്ത വസ്തു അതുപോലെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായി, അത് കടത്തിലേക്കാണ് വരിക. അതേ സമയത്ത് ഇപ്പം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു വലിയൊരു കണക്കൊന്നും പറഞ്ഞില്ല, 100 രൂപയുടെ ബിസിനസ്സാണെന്ന് വിചാരിക്കുക. 10 രൂപയുടെ 10 ഷെയറുകളുള്ള 100 രൂപയുടെ ഒരു ബിസിനസ്സാണ് നടക്കുന്നത് വിചാരിക്കാം. ഞാനതിലേക്ക് 10 രൂപ കൊടുക്കുന്നു. പിന്നീട് ഞാൻ ആ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോരുകയാണ്, പിന്മാറുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താ നോക്കണം. അപ്പോൾ ആ 100 രൂപയുടെ ബിസിനസ് അത് 1000 രൂപയായി മാറിയിട്ടുണ്ട് എങ്കിൽ ഞാൻ 10 രൂപയുടെ അവകാശമല്ല അവിടെ, ഞാനവിടെ 10%, 1000 രൂപ 1000ൻ്റെ 10% എന്നുള്ളത് 100 രൂപയുടെ അവകാശിയാണ്. എൻ്റെ മൂലധനത്തിൽ അവിടെ വർധന വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ലാഭത്തിലും ആ മൂലധനത്തിൻ്റെ വർധനനുസരിച്ച് വർധന വരും. അതല്ല ഞാൻ അവിടെ പിൻവലിയുന്ന സമയത്ത് 50 രൂപയുടെ ബിസിനസ്സായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ 5 രൂപയുടെ മാത്രം അവകാശിയാണ്. അപ്പോൾ എൻ്റെ മൂലധനത്തിൽ കുറവ് സംഭവിച്ചു എന്നതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സിലും എന്താവും, ലാഭത്തിലും മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം മൂലധനത്തിൻ്റെ വർധനവില്ലാതെ, മൂലധനത്തിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പല ബിസിനസ്സുകളിലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ലഭിക്കുന്ന ലാഭത്തിന് അത് ലാഭമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് കടമായിക്കൊണ്ടാണ് അടിസ്ഥാനപരമായിക്കൊണ്ട് അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത്. ആ കണ്ടതിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ലാഭങ്ങളെ
പലപ്പോഴും അത് പലിശയായിക്കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.